ഹായ്, ഞങ്ങൾ റാന്നി വരെ പോവാണ്. ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോകാം കേട്ടോ. ഞാനും മാമാട്ടിയും അപ്പും കൂടെ ആക്റ്റീവയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല ഒരു 3 മണിയൊക്കെ ആയി, ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ മാമാട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് ഇങ്ങനെ. അവൾക്ക് 2 വീലർ പോകാൻ ഭയങ്കര ഇഷ്ടമാണേ. 2 വീലർ കയറുമ്പോഴേ ഭയങ്കര ചിരിയൊക്കെയാണ്, ഭയങ്കര ഇഷ്ടമാണ് പോകാനേ. അപ്പം ചെറിയൊരു ഷോപ്പിങ്ങിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ അവിടെ നിന്നാണ് കൂടുതൽ സാധനങ്ങളൊക്കെ എടുക്കാറ്. അപ്പം അവിടെ പോയി വാങ്ങിക്കാനെ കൊണ്ട് പോകാം വൈകുന്നേരം ആയപ്പോഴേ. ആക്റ്റീവ് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ പോകാതെ. നമ്മുടെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ എത്തി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വൈകുന്നേരം ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറേ ക്രീമൊക്കെ ബോഡി ലോഷനും ഒക്കെ വേണമായിരുന്നേ. അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു. പിന്നെ മാമാട്ടിക്ക് കുറേ ബേക്കറി സാധനങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ മാമാട്ടി ഇങ്ങനെ നോക്കും ഓരോന്നോരോന്ന് എന്താ വേണമെന്നൊക്കെ. അപ്പൂൻ്റെ കൈയും പിടിച്ചോട്ടെ. പിന്നെ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതേ. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിരിക്കും അവിടുത്തെ ചേച്ചിമാർ എനിക്ക് വിളിച്ച് ട്രോഫി തന്നു. വേറെ ഒന്നുമല്ല, ഉജാലയുടെ മറ്റേ സാമ്പിൾ തന്നെ കേട്ടോ. എന്നിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. കുറച്ച് ബേക്കറിയാണെങ്കിൽ കൂടുതലും വാങ്ങിച്ചത് മാമാട്ടിക്ക് ഷൂട്ടിക്കും ഒക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ അതൊക്കെ വാങ്ങിച്ച് നോക്കി. പിന്നെ വീട്ടിലേക്കൊരു ഫാൻ വേണമായിരുന്നേ, എൻ്റെ വീട്ടിലേക്ക്. അപ്പം അതിന് ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പം അതുകൂടെ നോക്കാൻ പോയായിരുന്നേ. മാമാട്ടി അതുവഴിയെല്ലാം ഓടി നടക്കുവാണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിലത്തുനിന്ന് നോക്കി ഫാനിൻ്റെ വിലയൊക്കെ നോക്കി. ഇങ്ങനെ ഞങ്ങൾ ആക്റ്റീവിക്ക് വന്നതുകൊണ്ട് ടേബിൾ ഫാനായിരുന്നു വേണ്ടത്, സ്റ്റാൻഡ് ഫാന്. അപ്പം അതിന് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെന്നാൽ പിന്നെ കാറും കൊണ്ട് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടില്ലേ. അപ്പോൾ ഞാൻ അപ്പൂനോട് പറഞ്ഞിട്ട് ജ്യൂസ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട് ചേർന്ന് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കയറി മാമാട്ടി ഇങ്ങനെ നിൽക്കും. മാമാട്ടി അവിടെ വരുമ്പോഴൊക്കെ കയറാറുണ്ട്. അപ്പോൾ മാമാട്ടിക്ക് അറിയാം. അപ്പോൾ ജ്യൂസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. കഴിക്കാനെ കൊണ്ട് ചിക്കൻ്റെ ബർഗർ 2 പറഞ്ഞു. പക്ഷേ ഒന്നേ ഉള്ളായിരുന്നു ചിക്കൻ്റെ, മറ്റേ വെജിറ്റബിൾ ആയിരുന്നേ. അപ്പോൾ അപ്പൂനൊരു ചിക്കൻ ബർഗറും എനിക്ക് മാമാട്ടിക്ക് ഒരു സാൻഡ്വിച്ച് കൂടെ വാങ്ങിച്ചേ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ് ഫ്രൂട്ട്സ് കട ഇറങ്ങിയായിരുന്നേ. പിന്നെ പോകുന്ന വഴിക്ക് ഒരിടത്തൂടെ കയറിയായിരുന്നു, ഒരു ആയുർവേദത്തിൻ്റെ ഷോപ്പിൽ കയറിയായിരുന്നേ. ഒരു സാധനം വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റ.